മാസം കൊണ്ട് അത്തരം പ്രഖ്യാപനങ്ങളൊന്നും സഫലീകരിക്കാൻ ഒരു ഗവൺമെന്റിനും കഴിയില്ല. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരവസ്ഥ വന്നു ചേരുന്നത്. അങ്ങനെ വന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല അത്തരം ഒരു ആരോപണവുമായിട്ട് ഇപ്പോൾ മുൻപോട്ട് വരുന്നത്? പണ്ടും പല മാസങ്ങളിലും കഴിഞ്ഞ 3 വർഷമായിട്ട് പല പ്രാവശ്യം ഇതുപോലെയുള്ള സാമ്പത്തിക ധന ഞെരുക്കം, അതായത് ട്രഷറി ഞെരുക്കം കേരളം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഗവൺമെൻറ് ചെയ്തിരുന്നത് ബിവറേജസ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ് വകുപ്പ്, ടോഡി വെൽഫെയർ ബോർഡ്, ഇങ്ങനെയുള്ള ബോർഡുകളിൽ നിന്നൊക്കെ അവിടുത്തെ വരുമാനം ഇങ്ങോട്ട് ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും, അതായത് അവിടെ നിന്ന് കടമെടുക്കുകയും ആ കടമെടുത്തതിൻ്റെ പേരിൽ ശമ്പളം കൊടുക്കുകയുമായിരുന്നു പലപ്പോഴും ചെയ്തിരുന്നത്. എന്നിട്ട് ഗവൺമെൻറ് വരുമാനം അനുസരിച്ച് അത് തിരിച്ചടയ്ക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പം ഇപ്രാവശ്യം അതൊന്നും ചെയ്യാതെ തന്നെ കേന്ദ്രത്തിൽ നിന്ന്, റിസർവ് ബാങ്കിൽ നിന്ന് തന്നെ കറൻസി വരട്ടെ എന്ന രീതിയിൽ ഒരു കടും പിടുത്തം പിടിച്ചില്ലേ എന്ന് സംശയമുണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. അത് മാത്രവുമല്ല, വേറെ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ കാണേണ്ടത്, ഈ ആന്ധ്രാപ്രദേശ് പോലെയോ അല്ലെങ്കിൽ തമിഴ്നാട് പോലെയോ കർണാടകം പോലെയോ അല്ല കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലെ ചെലവ്, അതായത് ശമ്പളം, പെൻഷൻ എന്നിവയായിട്ടുള്ള ചെലവ് അതിഭീമമാണ്. എന്തുകൊണ്ടാണ് അത്ര അതിഭീമമായ ചെലവ് വരുന്നത്? കാരണം ലളിതമാണ്, വളരെ ബൃഹത്തായ ഒരു എയ്ഡഡ് സെക്ടറാണ് കേരളത്തിലുള്ളത്. ശ്രീമതി മേരി ജോർജ്, ഇവിടെ പണമില്ലാത്തത് കൊണ്ടാണോ ഈ ട്രഷറിയിലെ പ്രതിസന്ധി ഉണ്ടായത്? ശ്രീമതി മേരി ജോർജ് ഒന്ന് ഇടപെടുകയാണ്. ഈ പണമില്ലാത്തത് കൊണ്ടുള്ള പ്രതിസന്ധി ആയിരുന്നോ? ട്രഷറിയിലേക്ക് വരുമാനം ഇല്ലാത്തത് കൊണ്ടാണോ? കറൻസി, ലിക്വിഡ് ക്യാഷ് കൊടുക്കുവാൻ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായത്? അത് ആന്ധ്രയിലും കേരളത്തിലും എങ്ങനെ വ്യത്യാസമാകും? ആന്ധ്രയിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കറൻസി കൊണ്ടുവരാൻ ചന്ദ്രബാബു നായിഡുവിന് കഴിഞ്ഞു. കേരളത്തിൽ ധനമന്ത്രിക്ക് അത് കഴിഞ്ഞില്ല എന്ന ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. അവിടെയും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കറൻസി ഇല്ല എന്ന പ്രാഥമികമായ പ്രശ്നമല്ലേ ഉള്ളത്? അതിൽ ധനമന്ത്രി എന്ത് ചെയ്യാനാണ്? കേന്ദ്രത്തിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും കറൻസി കിട്ടാതെ, അതല്ലാതെ പണത്തിന്റെ ദൗർലഭ്യമായിരുന്നില്ലല്ലോ. കറൻസിയുടെ ദൗർലഭ്യം എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് തന്നെ അതിലെ കർശനമായ നിയന്ത്രണം കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരാഴ്ചയിൽ 24,000 രൂപ വെച്ച്, ഇപ്പോൾ കേരളത്തിലെ 5 ലക്ഷം വരുന്ന ശമ്പളക്കാർ എല്ലാം കൂടി 10 ലക്ഷത്തോളം വരുന്നു ശമ്പളക്കാരും പെൻഷൻകാരുമായിട്ട്. ഈ പറയപ്പെട്ട എല്ലാവരുടെയും റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു റിക്വയർമെൻ്റാണ്, പണത്തിൻ്റെ ആവശ്യം, കറൻസിയുടെ ആവശ്യം. പക്ഷേ അതിൽ 24,000 രൂപ വീതം മാത്രമാണ് ഒരാഴ്ച പിൻവലിക്കാൻ സാധിക്കുന്നത്. അടുത്ത ആഴ്ചയാണ് അടുത്ത 24,000 പിൻവലിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് പിൻവലിക്കാനുള്ള പണം വലിയ കുറവൊന്നും കൂടാതെ തന്നെ റിസർവ് ബാങ്കിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവ്. അതുപോലെ പക്ഷേ ഇവിടെ 24,000 കൊടുത്ത സ്ഥാനത്ത് അയൽ സംസ്ഥാനങ്ങളിലെ 10,000 അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രീമതി മേരി ജോർജ്, ഇവിടെ രമേശ് ചെന്നിത്തല പറയുന്നത് വിശ്വസിക്കണോ അതോ തോമസ് ഐസക് പറയുന്നത് വിശ്വസിക്കണോ? ഈ ഡിസംബർ 1 എന്ന പെൻഷൻ ശമ്പള വിതരണ ദിവസത്തിന്റെ ആദ്യ ദിവസത്തിന്റെ തൊട്ട് തലേ ദിവസം വൈകിട്ട് 3 മണിക്കാണ് ഐസക് റിസർവ് ബാങ്ക് പ്രതിനിധികളുടെ യോഗം വിളിച്ച് കൂട്ടിയത്. ഇത് വളരെ വൈകിപ്പോയി എന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തെ നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ടോ? അത് തീർച്ചയായിട്ടും അന്ന് വൈകുന്നേരം മാത്രം പിന്നെ റിസർവ് ബാങ്ക് വൃത്തത്തെ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താമസിച്ച് തന്നെയാണ്. കാരണം ഏത് തരത്തിലാണെങ്കിലും റിസർവ് ബാങ്കിൽ നിന്ന് കറൻസി ആവശ്യത്തിന് ഉതകുന്ന തരത്തിൽ കറൻസി കേരളത്തിൽ എത്തിച്ചേരണമെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് തന്നെ വേണം. ഇനി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കറൻസി വന്നു എന്നിരിക്കട്ടെ, അങ്ങനെ വന്നാൽ തന്നെ കേരളത്തിലുള്ള 240ഓളം വരുന്ന ട്രഷറി, സബ് ട്രഷറി ഏരിയകൾ, അതായത് കേരളത്തിൽ മുഴുവനുമായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. അവിടെയൊക്കെ കറൻസി ചെസ്റ്റിൽ നിന്ന്, അതായത് റിസർവ് ബാങ്കിൽ നിന്ന് ഈ പണം വീതിച്ച് കൊടുക്കുക എന്ന് പറയുന്നതും അസാധ്യമാണ്, സുസാധ്യമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും തലേ ദിവസം മാത്രമാണ് കറൻസിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ റിസർവ് ബാങ്കുമായി നടത്തിയത് എങ്കിൽ അത് തീർച്ചയായിട്ടും താമസിച്ചു പോയി എന്ന്
പറയേണ്ടിയിരിക്കുന്നു. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ മന്ത്രി മാത്യു ടി തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മാത്യു ടി തോമസ്, കേന്ദ്രം ഇത്തരത്തിൽ കറൻസിക്ക് നിരോധനം ഏർപ്പെടുത്തിയ സമയത്ത് ആദ്യം പ്രതികരിച്ചത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. കേരളത്തിലെ ധനമന്ത്രിയാണ് അതിനെതിരെ ആദ്യം പ്രതികരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് യോജിച്ച് സമരം ചെയ്യാം എന്ന ആശയവുമായി മുന്നോട്ട് വന്ന പ്രതിപക്ഷ നേതാവ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നതിലും ചില വസ്തുതകളില്ലേ? ഇപ്പോൾ ശ്രീമതി മേരി ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ശമ്പളവും പെൻഷനും കൊടുക്കേണ്ട ആദ്യ ദിവസത്തിന് തൊട്ട് തലേന്നാണ് റിസർവ് ബാങ്ക് പ്രതിനിധികളെ ഇക്കാര്യം മന്ത്രി അറിയിച്ചത്. ഇവിടുത്തെ കറൻസി ക്ഷാമത്തെക്കുറിച്ചും എത്രമാത്രം കറൻസികൾ ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ചും. ഇവിടെ കേന്ദ്രം പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ പോലും ഒരു അനുകൂല നിലപാട് കിട്ടുന്നില്ലല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പലപ്പോഴും കേൾക്കുമ്പോൾ തോന്നും ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. കറൻസി ലഭ്യമാക്കാതിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എങ്ങനെ കേരളത്തിലെ ഗവൺമെന്റിന് കേരളത്തിലെ മന്ത്രിക്ക് എടുക്കാൻ പറ്റും? അതിന്റെ വിശദമായ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ആദ്യം മുതൽ തന്നെ കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രിയോടും പലതവണ 13-ാം തീയതി തന്നെയാണ് ഡൽഹിയിൽ ആദ്യത്തെ ചർച്ച നടക്കുന്നത്. പിന്നെ 20-ാം തീയതി ചർച്ച നടക്കുന്നു, 24-ാം തീയതി ജെയ്റ്റ്ലിക്ക് കത്തെഴുതുന്നു. ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുകയല്ലേ. ഇത് മാത്രമല്ല, അവസാനം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ അല്ലെങ്കിൽ RBI പറഞ്ഞ എന്താ, പുതിയ നിക്ഷേപങ്ങൾക്ക് തടസ്സമില്ലാതെ പണം പിൻവലിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഈ ഡിസംബർ 1 മുതൽ 7 വരെയാണല്ലോ ഈ ട്രഷറിയിലേക്ക് പണം ചെല്ലുന്നത്, അല്ലെങ്കിൽ ബാങ്കിലേക്ക് ശമ്പളവും പെൻഷൻ ചെല്ലുന്നത്. അത് പുതിയ നിക്ഷേപമായി പരിഗണിച്ചുകൊണ്ട് ആ പൈസ കൊടുക്കട്ടെ. അപ്പൊ കേന്ദ്രം പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ പോലും കറൻസി ലഭ്യമാക്കാതെ കേന്ദ്ര ഗവൺമെന്റും RBIയും ഈ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഉത്തരവാദിത്വം ഐസക്കിന്റെ തലയിലേക്ക് മാറ്റി കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവിന് എന്താണ് ഇത്ര നിർബന്ധം? കേന്ദ്രത്തിന്റെ വീഴ്ചകൾ സംസ്ഥാനത്തിന്റെ തലയിലേക്ക് വെച്ചുകൊടുത്ത് ഇപ്പൊ കേന്ദ്രത്തെ ന്യായീകരിക്കാൻ വേണ്ടി എന്തിനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വസ്തുത ഒന്നതാണ്. ശ്രീമതി മേരി ജോർജും ചൂണ്ടിക്കാണിച്ചതുപോലെ തലേ ദിവസമാണ് എന്താണ് സംസ്ഥാനത്തിന് വേണ്ടത് എന്ന കാര്യം റിസർവ് ബാങ്കിനെ അറിയിക്കാൻ തയ്യാറായത്. അതേസമയം അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ധനമന്ത്രിമാരും കാലേ കൂട്ടി തന്നെ ഇക്കാര്യം അറിയിക്കുകയുണ്ടായി റിസർവ് ബാങ്കിനെ. അതിനനുസരിച്ച് കറൻസികൾ അവരുടെ സംസ്ഥാനത്തേക്ക് വരികയും ചെയ്തു. നേരത്തെ തന്നെ 13-ാം തീയതിയും 20-ാം തീയതിയും ധനകാര്യമന്ത്രിയെ നേരിട്ട് കാണുകയും അതിനുശേഷം 24-ാം തീയതി കത്തയക്കുകയും ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും മുന്നിൽ നിന്നത് കേരളത്തിലെ ധനകാര്യമന്ത്രിയാണ്. ഈ പറയുമ്പോ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പൊ എത്ര രൂപയാണ് അവർക്ക് പിൻവലിക്കാൻ പറ്റുന്നത്? കേരളത്തിൽ 24,000 രൂപയുടെ ഒരു തീരുമാനത്തിലെങ്കിലും എത്താൻ കഴിയില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പം ഈ ആന്ധ്രയും തമിഴ്നാടും ഒക്കെയാണല്ലോ പറയുന്നത്. അവിടെ 10,000-15,000 ഒക്കെ പിൻവലിക്കാൻ ഇപ്പോഴും കഴിയുന്നുള്ളൂ. ഈ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടിയപ്പോ അവരെന്താന്ന് എടുത്ത നിലപാടെന്താ? 24,000 എന്നുള്ളത് 15,000 കുറയ്ക്കണമെന്നല്ലേ? അവിടെ അതിന് ഒരു തരത്തിലും സമ്മതം കൊടുക്കില്ല എന്ന് അറുപത്തൊട്ടി കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞില്ലേ? ഇപ്പൊ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളുമായി മെച്ചപ്പെട്ട ഒരു ധനകാര്യ മാനേജ്മെന്റ് ബഹുമാനപ്പെട്ട തോമസ് ഐസക് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് എന്തെങ്കിലും നേട്ടമെടുക്കാൻ ഈ വിവാദങ്ങൾക്കിടയിൽ കോൺഗ്രസ് ഇറങ്ങി പുറപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നികുതി പിരിവിന്റെ കാര്യമെടുത്താൽ ജൂലൈയിൽ 19% നിന്ന് പിന്നീടുള്ള മാസം 2.9% നികുതി പിരിവ് കുറഞ്ഞു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ട്രഷറിയിൽ വലിയ പ്രതിസന്ധിയാണ് എന്ന രീതിയിൽ തോമസ് ഐസക് റോഡ് ഷോ നടത്തുകയും ട്രഷറികൾ സന്ദർശിക്കുകയും ചെയ്യുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. അപ്പോൾ യോജിച്ച് സമരം ചെയ്യുവാൻ വന്നയാൾ തന്നെ പിന്തിരിഞ്ഞു നിന്ന് കുത്തുന്ന കാഴ്ചയാണോ ഇപ്പോൾ കാണുന്നത്? യോജിച്ചുള്ള സമരം എന്ന ആശയം ഇനി നടക്കുമോ ഇല്ലയോ? യോജിച്ച സമരം എന്നുള്ളത് ജനങ്ങളുടെ പ്രശ്നത്തിൽ യോജിച്ച് നിൽക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നവരാണ്. ഈ UDF യോജിച്ച് വരാൻ വേണ്ടി LDF സമരം വൈകിപ്പിക്കാനോ അതിന് അവധി കൊടുക്കാനോ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിൽ അമാന്തിച്ച് യോജിച്ച സമരത്തിലെ കാര്യത്തിൽ തീരുമാനം. ഇപ്പോ രമേശ് ചെന്നിത്തലയും ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും പറഞ്ഞതിന് ശേഷവും KPCC പ്രസിഡന്റ് യോജിച്ച സമരത്തിന് അനുകൂലമായ നിലപാട് കൊടുത്തിട്ടില്ലല്ലോ. ആ യോജിച്ച സമരം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ നോട്ട് പ്രതിസന്ധി നമ്മുടെ വ്യാപാര മേഖലയെ കാര്യമായി ദോഷമായി ബാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി നികുതി കുറയും, ഹോട്ടലുകളിൽ ആളില്ല, നമ്മുടെ കടകളിൽ ആളില്ല, കമ്പോളം മുഴുവൻ മരവിച്ചിരിക്കുമ്പോ നികുതി കുറയും എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുമ്പോ അതും സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ കൃത്യകാര്യസ്ഥയായിട്ട് പറയാൻ ഈ എന്താ പറയുന്നത് നടത്തുമ്പോ വാഴ വെട്ടാൻ പോകുന്ന ഏർപ്പാട് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം ശ്രീ മാത്യു തോമസ്. ശ്രീ JR പത്മകുമാർ, ഇപ്പോൾ പുരവെട്ടുമ്പോൾ വാഴ കത്തുവാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ആരാണ്? ഇപ്പോൾ
തോമസ് ഐസക് ഇന്ന് ആരോപിച്ചിരിക്കുന്നത് മോദി ഭക്തൻ എന്ന പേര് രമേശ് ചെന്നിത്തലയെ വിളിച്ചുകൊണ്ടാണ്. തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റിയെന്ന് ആദ്യം ആരോപണം ഉന്നയിച്ചത് BJP ആണല്ലോ. ഇപ്പോൾ കോൺഗ്രസ് അത് ഏറ്റുപറഞ്ഞിരിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ബി ടീമായി കോൺഗ്രസ് BJPയുടെ പ്രവർത്തിക്കുന്നു എന്ന് തോമസ് ഐസക് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഴ്ച മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മഞ്ജുഷ പറഞ്ഞ പോലെ 5 ദിവസം മുമ്പ് ഈ ആരോപണം ഉന്നയിച്ചതാണ്. ഈ തോമസ് ഐസക് ഒരു കാര്യം പറഞ്ഞു, ഡീമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇത് അപകടമാണെന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം തോമസ് ഐസക് നടത്തിയെന്നുള്ളതാണ് ഇന്ന് വരെയുള്ള ഈ കാര്യങ്ങൾ വിലയിരുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേഖലയിൽ നമുക്കൊരു ധനകാര്യ മന്ത്രി എന്നുള്ളതിൽ അമ്പേ പരാജയമാണ് തോമസ് ഐസക്. ഒരു റവന്യൂ മന്ത്രി എന്നുള്ളതിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ റവന്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യം ആ കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ടാക്സ് വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. മോഡേണൈസേഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഈ ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ച് ഒരു MBA ആണ്, നോൺ പെർഫോമിംഗ് അസറ്റാണ് തോമസ് ഐസക്. അത് മനസ്സിലാക്കിയ ആൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് വേറെ പലരെ ഉപദേശിയായിട്ട് വെച്ചത്. ഞാൻ ഇതിലേക്ക് വരാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നവംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ഈ കേരളത്തിലെ ഈ കഴിഞ്ഞ ഈ ശമ്പള സമയത്ത് 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ആളുകൾ പിൻവലിച്ചു കൊണ്ടുപോയ ട്രഷറിയിൽ നിന്നും ബാങ്കിൽ നിന്നും പെൻഷനും സാലറിയുമായി പിൻവലിച്ചു കൊണ്ടുപോയ പൈസയുടെ കണക്ക് നിങ്ങളോട് പരിശോധിച്ച് നോക്കൂ. അതാരും പറയുന്നില്ലല്ലോ. 1330 കോടി രൂപയാണ് ഈ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ കഴിഞ്ഞ മാസം 1 മുതൽ 8-ാം തീയതി വരെ പിൻവലിച്ചിട്ട് പോയത്. ഈ മാസം നിങ്ങൾ ആലോചിച്ച് നോക്കണം. തോമസ് ഐസക്കിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. 30-ാം തീയതി റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അന്നേ ദിവസം 1000 കോടി രൂപ കേരളത്തിലെ ബാങ്കുകൾക്ക്, ട്രഷറികൾക്കും അതുപോലെ തന്നെ ബാങ്കുകളിലൂടെ ശമ്പളം കൊടുക്കുന്നതിനും 1000 കോടി രൂപ 500, 300, 200 SBI, SBT, കാനറ ബാങ്ക് എന്നിവ കൊടുത്തു. അത് ആ പൈസ 30-ാം തീയതി വൈകിട്ട് ഇത് കൊടുത്തെങ്കിൽ 1-ാം തീയതി കൊടുത്തത് 580 കോടി രൂപയാണ്. 300, 200, 80 കോടി കാനറ ബാങ്കിന്. ഈ പൈസ സമയത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസം ഉണ്ടായി. പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. മറ്റ് ആന്ധ്രയിൽ ചെയ്തതുപോലെ മറ്റ് സൗകര്യങ്ങൾ പെട്ടെന്ന് മേരി ജോർജ് ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഈ പൈസ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ യുക്തമായ രീതിയിൽ എടുക്കാൻ സഹായിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. അദ്ദേഹം വീഴ്ച വരുത്തി. അദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന ഒരു വിരൽത്തുമ്പിൽ ഓരോ ട്രഷറിയിൽ എത്ര പൈസ പോയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നിരിക്കെ അദ്ദേഹം ട്രിവാൻഡ്രം ട്രഷറിയുടെ മുമ്പ് ചെന്ന് മീഡിയയെ വിളിച്ചൊരു ഷോ കാണിച്ചു. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കൊല്ലത്ത് പോയി ട്രഷറിയുടെ മുമ്പിൽ ചെന്നൊരു ഷോ കാണിച്ചു. ഏറ്റവും കൂടുതൽ ഇതിനെ കുളമാക്കിയത് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ സന്തോഷം കണ്ടെത്തിയ ഒരു ധനകാര്യ മന്ത്രിയാണ്. ഒന്ന് ഇടപെടുകയാണ്. ഈ കറൻസിയുടെ കാര്യം ആവശ്യപ്പെട്ട അത്രയും കറൻസി കിട്ടി. അന്ന് വൈകിട്ടും പിറ്റേന്നുമായിട്ട്, അതായത് നവംബർ 30-ന് വൈകിട്ടും ഡിസംബർ 1 രാവിലെയുമായിട്ട് ബാങ്കുകളിൽ എത്തിച്ചു എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. SBI, SBT, കാനറ ബാങ്ക് ഇവരാണല്ലോ ട്രഷറികളിലേക്കും സബ് ട്രഷറികളിലേക്കും ഒക്കെ പണം എത്തിക്കേണ്ടത്. ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയായിട്ട് താങ്കൾ പറയുന്നു. ആദ്യം BJP ഉന്നയിച്ച ആരോപണത്തിൽ തോമസ് ഐസക്കും റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു ഉന്നയിച്ചത്. കറൻസി ഈ ആവശ്യപ്പെട്ട അത്രയും വന്നില്ല എന്നത് തന്നെയല്ലേ വാസ്തവം? അല്ലാതെ ട്രഷറികളിൽ വന്നിരിക്കുന്ന പണം കറൻസി ഉണ്ടെങ്കിൽ അത് കൊടുക്കാതെ ക്യൂവിൽ ആളുകളെ നിർത്തിയത് എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കറൻസി കിട്ടിയിട്ടില്ല ആവശ്യപ്പെട്ട അത്രയും. ഇത് തന്നെയാണ് വസ്തുത. അതല്ല മഞ്ജുഷ മനസ്സിലാക്കാനുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു കണക്ക് പറഞ്ഞത്. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ, നവംബർ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ആളുകൾ എത്രയാണ് കഴിഞ്ഞ മാസം പിൻവലിച്ചത്? ഈ സാലറി കൊടുത്തില്ല, അവരെ അക്കൗണ്ടിൽ വന്ന പൈസ അല്ലെങ്കിൽ ട്രഷറി വന്ന പൈസ പിൻവലിച്ചത് എത്രയാണ്? ഇപ്പം എന്തുകൊണ്ട് കൂടുതൽ ആളുകൾ ക്യൂവിലെത്തി? അതിന് ഞാൻ ഉത്തരം ഈ ധനകാര്യ മന്ത്രി തന്നെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ചില ആളുകൾ കൂടി ഉണ്ടാക്കിയ ഒരു പാനിക് സിറ്റുവേഷനിൽ ആളുകളെ ആശങ്കപ്പെടുത്തി കൂടുതൽ ആളുകളെ ബാങ്കുകളിൽ എത്തിക്കുന്നതിന് 1-ാം തീയതി 2-ാം തീയതി തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. അദ്ദേഹത്തിന് പരസ്യമായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ശ്രീ JR പത്മകുമാർ അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആളുകൾ ഭീതിയോടുകൂടി 1-2 ദിവസങ്ങളിലൊന്നും ട്രഷറികളിലേക്ക് ഓടി വരേണ്ട കാര്യമില്ല. ട്രഷറിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ പണം സുരക്ഷിതമായി തന്നെ ഉണ്ട്. കറൻസികൾ കിട്ടുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും. അതുകൊണ്ട് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് ആരും വരേണ്ടതില്ല എന്ന